we are dare enough to question them, expose and protect our nation. ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് നേരിനൊപ്പം കരുത്തോടെ ഞാൻ പറഞ്ഞ സത്യത്തിൻ്റെ തിയറി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. നാളെ ഇപ്പോൾ ഒരു എല്ലാവരും നെഗറ്റീവ് വാർത്ത ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ അയാളുടെ ഒരു വാദമായിരിക്കും ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. പക്ഷെ അവിടെ താങ്കൾ അപ്പം വിലയിരുത്തണം, വി ക്രിയേറ്റഡ് എ കോണ്ടെക്സ്റ്റ് വിച്ച് ഈസ് ട്രൂത്ത്. ആൻഡ് ട്രൂത്ത് ഈസ് എ ക്രിയേഷൻ, റിതം ഈസ് റിയാലിറ്റി. അപ്പോൾ ക്രിയേറ്റഡ് ആയിട്ട് തിരിച്ചറിയണം തീർച്ചയായിട്ടും. ഇപ്പം നമ്മളൊരു വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയെ ഋതത്തിലൂടെ കാണുന്നതും സത്യത്തിലൂടെ കാണുന്നതും രണ്ടാണ്. ഋതം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു കോണ്ടെക്സ്റ്റ് ഫോം ചെയ്ത് ഒരു നല്ല ഹസ്ബൻഡ് ആവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നല്ല വൈഫാവാൻ ശ്രമിക്കും. അതൊഴിച്ച് വേറൊരു ഓപ്ഷനും ഹ്യൂമൻ ബീയിങ്ങിനില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും താങ്കളും താങ്കളുടെ ഫാമിലി നിരന്തരം കാണുന്നൊരു ചാനലായിക്ക് മാറ്റി അത് താങ്കളൊരു സ്ക്രീനിൽ പറയുന്ന ഒരു സാഹചര്യം വന്നാൽ ഞാൻ എല്ലാ ചാനലും ചെയ്യുന്നുണ്ടോ? അല്ല, പക്ഷേ ഇത് കാണാനുള്ള ഒരു പ്രത്യേക എല്ലാ ചാനലും കാണാൻ എനിക്ക് താല്പര്യമാണ്. രാത്രി പോയി കഴിഞ്ഞാൽ പകൽ സമയത്ത് നമ്മുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് കാണില്ല, പക്ഷേ രാത്രി എല്ലാ ചാനലും കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും ചർച്ചകൾ കാണും, എല്ലാവരുടെയും വാർത്ത. അതുകൊണ്ടാണ് കുറച്ച് റൂട്ടുകളൊക്കെ BJP അങ്ങോട്ട് പോകുന്നു, BJPയുടെ ചാനൽ എങ്ങോട്ടാണ്, CPMൻ്റെ ചാനൽ എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയായി, എൻ്റർടൈൻമെൻറ്റ് കാണണമെങ്കിൽ ഒരു വിഭാഗം ചാനലുകൾ, കുറച്ച് സത്യം കാണണമെങ്കിൽ വേറെ വിഭാഗം ചാനലുകൾ, ഞാൻ അതിൽ കൂടുതൽ കാണണമെങ്കിൽ മറ്റ് ചാനലുകൾ, ഇങ്ങനെയായി. അപ്പോൾ ഞാൻ സിനിമ കാണുന്നതിന് പകരം ചില ചാനലുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. താങ്കളും അങ്ങനെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് മൂവിയുടെ പൈസ സേവ് ചെയ്യാൻ പറ്റി. പക്ഷെ അതൊക്കെ മാറ്റി നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരണ്ടേ, ജേർണലിസം ഒന്ന് കൊണ്ടുവരണ്ടേ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ന്യൂസിനോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകൾക്കും പ്രാധാന്യമുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾക്ക് വെബ് വെർട്ടിക്കലും. ഇപ്പോൾ സ്വപ്ന സുരേഷ് എൻ്റെ എംപ്ലോയി ആണല്ലോ, നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ചാർജിലുണ്ട്. ഷീസ് ഹാൻഡ്ലിങ് അവർ OTT പ്ലാറ്റ്ഫോം. ഷീസ് ഗുഡ്. അപ്പോൾ ഞാൻ നമ്മുടെ എംപ്ലോയിയാണ്, എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്ററാണ് കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ. സ്വപ്ന സുരേഷ് ഈസ് മൈ എംപ്ലോയി. അപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, സരിതേനെ ഞാൻ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കാൻ ഉദ്ദേശമാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആർക്കും എതിരല്ല, ആർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വരാം. ഇനിയിപ്പോൾ ഒരു മർഡറൊക്കെ ചെയ്ത് മറ്റേ ജയിലിൽ കിടന്ന് ഇന്നലെ ഇറങ്ങിയുള്ളൂ, പക്ഷെ അയാൾ നല്ല ജേർണലിസ്റ്റ്, അയാൾക്ക് ലൈഫ് വേണം, ബിഗിൻ ചെയ്യണം ജീവിതം. വെൽക്കം ടു കർമ്മ. വി ഡോണ്ട് ഹാവ് എനി റൂൾസ്. സ്വപ്ന സുരേഷ് 3 മാസമായിട്ട്. തീർച്ചയായിട്ടും. സ്വപ്ന ഈസ് വെരി ഗുഡ് പ്രൊഫഷണൽ ആൻഡ് ഷീ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ ആ സ്വപ്നേനെ ഞാൻ എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ആരൊക്കെ എതിരെ വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. I don't care. Kill me. That's all. Or leave. ഈ 2 റൂളേ എനിക്കുള്ളൂ. കൊല്ലാൻ കഴിവുള്ളവന് കൊല്ലാലോ. ഈസി അല്ല, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. അല്ലാണ്ട് വർത്താനം നമുക്കില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള ഒരാളുടെ ദേഹത്ത് മൺതരി വീഴാൻ ഞാൻ അനുവദിക്കില്ല. അതാരായില്ല. ആൻഡ് വൺസ് ഞങ്ങളുടെ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആയി കഴിഞ്ഞാൽ നോ ബഡി ക്യാൻ ടച്ച് ദം. ദേ ഹാവ് ടു കിൽ അസ്. അതുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷണ വലയത്തിൽ അവരെല്ലാവരും ഹാപ്പിയാണ്, സെക്യൂർഡാണ്. ദാറ്റ് ഈസ് കർമ്മ. ആൻഡ് വി ആർ ഗിവിങ് എ ന്യൂ ചാപ്റ്റർ ടു കേരള, എ റെവല്യൂഷണറി ചാപ്റ്റർ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മൊത്തത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കർമ്മയ്ക്ക് കഴിയട്ടെ. തീർച്ചയായിട്ടും. ഓൺലി ഇൻഫർമേഷൻ ക്യാൻ ചേഞ്ച് കേരള. ഒരു രാഷ്ട്രീയ ധർണയ്ക്കും ജാഥയ്ക്കും കഴിയില്ല. ഓൺലി ഇൻഫർമേഷൻ ക്യാൻ. മറ്റ് സംസ്ഥാനം പോലെയല്ല, ആശയങ്ങളിലൂടെ മാറ്റാൻ കഴിയുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് ഞാൻ മാധ്യമം സെലക്ട് ചെയ്തത്. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഈ തലമുറയിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്കമിങ് ജനറേഷൻ, ഇനി വരുന്ന കൊച്ചു പൈതങ്ങൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തൊരു പുതിയ കേരളം, അതിനി മാധ്യമത്തിലൂടെ മാത്രമേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം അറിയുന്ന ഒരാളാണ് ഞാൻ. ഇത് ബീഹാറിലോ ആസാമിലോ ഞാൻ പോയിട്ട് പറയില്ല. ആശയങ്ങളിലൂടെ മാത്രം മാറ്റാൻ കഴിയുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള DNA ഉള്ള മലയാളിക്ക് വേണ്ടി ഏറ്റവും നല്ല ഇൻഫർമേഷൻ കൊടുക്കുന്ന, ഏറ്റവും നല്ല വാർത്തകൾ സമ്മാനിക്കുന്ന ഒരു ചാനൽ. സിമ്പിൾ. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് ഒരു സാറ്റലൈറ്റ് ഇപ്പോഴും വരുന്നത് എന്നൊരു ശ്രദ്ധ താങ്കൾക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അവിടെ ഒരു തെറ്റ് പറ്റുന്നുണ്ട്. എന്താ അറിയോ, ഈ സാറ്റലൈറ്റ് ചാനലായാൽ മാത്രമാണ് നമുക്കൊരു നാഷണൽ ലെവൽ റെക്കഗ്നിഷൻ ഉള്ളൂ. MIB അംഗീകരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവരേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത് എനിക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോടതിയിൽ പോകേണ്ടി വന്നു, ഹൈക്കോർട്ടിൽ. അപ്പോൾ വാദം നടക്കുന്ന സമയത്ത്
ജഡ്ജി ചോദിക്കുന്ന എൻ്റെ റൈറ്റ് ടു ഡെലിവർ ദ ന്യൂസാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള അമെൻഡ്മെൻറ്റുകളൊന്നുമില്ല. ഒരു IT ആക്ട് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അമെൻഡ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ നാഷണൽ ലെവലിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ ഒരു IP അഡ്രസ്സ് വെച്ച് വാർത്ത ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഇത്രയും കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിന് എന്ന ചോദ്യം ഞാൻ പലപ്പോഴും ചോദിച്ചതാണ്. പക്ഷേ ക്രെഡിബിൾ ആൻഡ് നോൺ ക്രെഡിബിൾ, the system which is supported by the government, the system which is not supported by the government, രണ്ടും നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഈ വലിയ വലിയ ക്ലയൻറ്റുകൾ കോർപ്പറേറ്റ്സൊക്കെ കാണുന്ന ആംഗിൾ അതായതുകൊണ്ടും ആ ട്രഡീഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടും സാറ്റലൈറ്റ് ചാനലാവണമെന്ന് മാത്രം. സാറ്റലൈറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാറ്റലൈറ്റ് സിഗ്നൽ റിസീവ് ചെയ്യുന്നു, ആ സ്പേസിൽ നമ്മൾ വാർത്തകൾ ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഇതിവിടുത്തെ ഒരു ഇൻ്റർനെറ്റ് IP അഡ്രസ്സിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അങ്ങനെ ലാഘവത്തോടെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഞാനന്ന് കോടതിയിൽ നിൽക്കുമ്പോൾ ആ ആർഗ്യുമെൻറ്റിൽ അനുഭവിച്ച മനോവിഷമം, ആ വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തത്. ഇപ്പോൾ അർണാബ് ഗോസ്വാമി എന്താക്കി, റിപ്പബ്ലിക് ഡിജിറ്റൽ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി ആർ ഗോയിങ് ദെയർ. പക്ഷേ ഞങ്ങൾ ആ സംവിധാനത്തെ ക്രെഡിബിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിജിറ്റൽ റെവല്യൂഷൻ ഞങ്ങൾ സൃഷ്ടിക്കും. ഒറ്റ മാധ്യമമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ തീരുമാനിച്ചു. ഡിജിറ്റലി ഞങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ തീരുമാനിച്ചു. അറ്റ് ദ സെയിം ടൈം ഇനി ആരും വിരൽ ചൂണ്ടി ക്വസ്റ്റ്യൻ ചെയ്യരുത്, വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി. ആ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും മൊബൈലിൽ നോക്കി വാർത്ത കാണുന്ന കാലഘട്ടത്തിൽ കുത്തിയിരുന്ന് TV-യിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് വാർത്ത കാണണമെന്ന് പറയേണ്ട സാഹചര്യം അതൊരു കോൺട്രഡിക്ഷനാണ്. പക്ഷേ വി നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ്. ഡിജിറ്റലി ഞങ്ങൾ ടോപ്പിലെത്തും, വലിയ മാറ്റങ്ങളുണ്ടാവും. ഒപ്പം ഇനി ഒരാളും വിരൽ ചൂണ്ടി പറയരുത് വാട്ട് ഈസ് യുവർ ക്രെഡിബിലിറ്റി. ഈ ഭ്രഷ്ട് ഉണ്ടല്ലോ, മാധ്യമപ്രവർത്തനത്തിലൊരു ഭ്രഷ്ട് ഉണ്ട്. ഈ KUWJ അവരൊരു ഓൺലൈൻ മാധ്യമക്കാരനെ കണ്ട ചായ പോലും കൊടുക്കില്ല. എന്താ പുച്ഛമാണ്. ആ ഭ്രഷ്ട് നമ്മൾ അവസാനിപ്പിക്കില്ല. അവരാരാണ്? ധാരണയാണ്. അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണ. നമുക്ക് അതെ അത് നമുക്ക് തിരുത്തി പോവാം. അപ്പോൾ അതുകൊണ്ട് ചൂണ്ടുവിരലുകൾ അറുത്തിടാൻ വേണ്ടി കൊടുക്കുന്നൊരു ഉത്തരം മാത്രമാണ് ഇനി കർമ്മയ്ക്ക് കയറാമല്ലോ പ്രസ് ക്ലബ്ബിൽ. തീർച്ചയായിട്ടും കയറ്റണമല്ലോ. അതെ. ഇതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. അല്ലാതെ ഡിജിറ്റലൈസേഷനെ അവഗണിച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ അവഗണിച്ചുകൊണ്ട് ചെയ്തൊരു രീതിയല്ല അത്. ഞാൻ പലരും ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ, ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ. പക്ഷേ ഈ ഒരു ആംഗിളിൽ ഈ സത്യത്തെ അറിയുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ ക്രെഡിബിലിറ്റിയും ഡിഗ്നിറ്റിക്ക് അപ്പുറത്തല്ല ഡിജിറ്റലൈസേഷൻ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ താങ്കളുടെ ക്രെഡിബിലിറ്റിയും ഡിഗ്നിറ്റിയാണ് താങ്കളുടെ പവർ. താങ്കൾ ഐഫോൺ ഉപയോഗിച്ചെന്നുകൊണ്ട് അത് കിട്ടണമെന്നുണ്ടോ? അപ്പം ഞാനെന്ന ഐഫോണിന് ചുറ്റും ഡിഗ്നിറ്റിയും ക്രെഡിബിലിറ്റിയും വൈൻഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് സാറ്റലൈറ്റ് ചാനലിലേക്ക് എന്നുള്ളൊരു നയം. അല്ലാതെ ഐഫോണിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നോളജി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു എക്യുപ്മെൻറ്റിന് എന്തിനാണ് ഈ ലൈസൻസ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ഈ ചാനൽ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ നിലവാരം അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ഓറ സൃഷ്ടിക്കുകയാണ്, ഡിഗ്നിറ്റിയുടെയും ക്രെഡിബിലിറ്റിയുടെയും ഓറ. ഇനി അത് ഉണ്ടായിട്ടേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ, അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ആ ചൂണ്ടുവിരലുകൾ അറുത്തെറിയാൻ വേണ്ടി ഞങ്ങളെടുത്തൊരു സ്റ്റെപ്പ്. അതർവൈസ് ഡിജിറ്റലി ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഏറ്റവും നല്ല ഗ്രാഫിക്സോടുകൂടി ഏറ്റവും നല്ല മാധ്യമമായിട്ട് നാഷണൽ ചാനലുകൾക്ക് കിടപിടിക്കുന്ന രീതിയിൽ കർമ്മ ന്യൂസ് എന്നാണ് ലോഞ്ച് വെച്ചിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഒരു 2-3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. ഒരു വലിയ കോൺക്ലേവ് ആണ് അത്. ഒരു ദിവസം ന്യൂസ് കോൺക്ലേവും, രണ്ടാമത്തത് സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ ബന്ധപ്പെട്ടാണ്. അതായത് ഇന്ത്യയുടെ കൾച്ചറൽ വാല്യൂ കൂട്ടുന്ന ഒരു കോൺക്ലേവ് ഞങ്ങൾ നടത്തും. അത് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വർഷവും നടത്തും. ന്യൂസ് കോൺക്ലേവ് മാത്രം കൊച്ചിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്ന് സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ, 2 ന്യൂസ് കോൺക്ലേവ്. ന്യൂസ് കോൺക്ലേവ് കൊച്ചിയിലും, ബാക്കി സോഫ്റ്റ് പവർ ഓഫ് ഇന്ത്യ എന്ന കോൺസെപ്റ്റ് ബീഹാറിലും ആസാമിലും ഒക്കെ ഞങ്ങൾ നടത്തും. മേ ബി ചിലപ്പോൾ ഫ്യൂച്ചറിൽ എല്ലാ സ്റ്റേറ്റിലും
നമ്മൾ ചാനൽ തുടങ്ങും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.